ഒരു കടയുടെ മൂലയിൽ മറ്റു വർണ്ണാഭമായ വസ്തുക്കൾക്കൊപ്പം ചുരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു ഒരു സാറ്റിൻ റിബൺ. അടുത്തുള്ള പൂന്തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്ന റോസാപ്പൂക്കളെ നോക്കി അത് പലപ്പോഴും സങ്കടത്തോടെ ആത്മഗന്ധം ചെയ്യുമായിരുന്നു. ആ പൂക്കൾക്ക് എന്തൊരു ഭംഗിയാണ്! കാണുന്നവരെല്ലാം അവയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഞാനോ വെറും ഒരു തുണിക്കഷ്ണം മാത്രം. ആരും എന്നെ ശ്രദ്ധിക്കുക പോലുമില്ല. എന്നാൽ ഒരു ദിവസം ഒരു കലാകാരി ആ റിബൺ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് നടന്നത് ആ റിബൺ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. അവൾ ആ റിബണിനെ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിമാറ്റി, പല വശങ്ങളിലേക്ക് മടക്കി, ചിലപ്പോൾ ചെറിയ ചൂടേൽപ്പിച്ചു പോലും അതിനെ രൂപം നൽകി. ആ സമയത്തെല്ലാം റിബണിന് വലിയ വേദന തോന്നി. എന്തിനാണ് എന്നെ ഇങ്ങനെ മുറിക്കുന്നതും ചൂടേൽപ്പിക്കുന്നതും? എന്റെ ജീവിതം അവസാനിച്ചോ എന്നത് സങ്കടത്തോടെ കരുതി. പക്ഷേ എല്ലാ മടക്കുകൾക്കും കൂടിച്ചേർക്കലുകൾക്ക് ശേഷവും ആ പെൺകുട്ടി അതിനെ കണ്ണാടിയുടെ മുന്നിൽ വെച്ചു. അപ്പോൾ ആ റിബൺ അത്ഭുതത്തോടെ സ്വയം നോക്കി നിന്നു. താനിപ്പോൾ വെറും ഒരു തുണിക്കഷ്ണമല്ല, ഒരിക്കലും വാടാത്ത, കാലത്തിനും മായ്ക്കാൻ കഴിയാത്ത മനോഹരമായ സാറ്റിൻ റോസാപ്പൂവായി മാറിയിരിക്കുന്നു. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. പലപ്പോഴും വെല്ലുവിളികളും തടസ്സങ്ങളും നമ്മളെ അസ്വസ്ഥരാക്കുമ്പോൾ നമ്മൾ തകർന്നു പോവുകയാണെന്ന് കരുതിയേക്കാം. എന്നാൽ ഓർക്കുക, കഠിനമായ ഓരോ മടക്കുകളും പരീക്ഷണങ്ങളും നമ്മളെ തകർക്കാനാവില്ല. മറിച്ച് നമ്മുടെ ഉള്ളിലെ ഏറ്റവും മനോഹരമായ രൂപത്തെ പുറത്തെടുക്കുവാനുള്ളതാണ്. പ്രയാസങ്ങളെ ഭയക്കാതിരിക്കുക. ഒടുവിൽ നിങ്ങളും വിസ്മയിപ്പിക്കുന്ന ഒരു റോസാപ്പൂവായി വിരിഞ്ഞു നിൽക്കും.